മോളെ, നീ വീട് വിട്ടു പോകാൻ പാടില്ല എന്ന് ഞാനിവനോട് പറഞ്ഞത് സത്യമാണ്. എനിക്കൊരിക്കലും നിങ്ങൾ രണ്ടുപേരും വേർപിരിയുന്നത് സഹിക്കാൻ പറ്റില്ല. നീ വന്നതിന് ശേഷം എൻ്റെ മകന്റെ ജീവിതത്തിലുണ്ടായ മാറ്റം അടുത്തു നിന്ന് കണ്ടവനാ ഞാൻ. ഒരുപക്ഷെ നീ ഇവന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇവൻ എത്രമാത്രം അധപ്പതിച്ചു പോകുമായിരുന്നെന്നറിയോ? ഇപ്പോഴും ഇവൻ മദ്യപിക്കുന്നുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷേ അവന്റെ ഉള്ളിൽ മങ്ങിക്കിടന്ന ആ തീ മുഴുവൻ നീ പുറത്തെടുത്തു. കമ്പനി കാര്യങ്ങളിൽ ഉത്സാഹത്തോടെ ഇടപെടുന്ന സൂര്യ, നിന്നെയും നിന്റെ കുടുംബത്തിനെയും അതുപോലെയുള്ള ആൾക്കാരെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയ സൂര്യ, അതൊക്കെ നീ കൊണ്ടുവന്ന മാറ്റമാ മോളെ. നീ ഒരുപാട് സഹിക്കുന്നുണ്ട്, ഒരുപാട് വേദനിക്കുന്നുണ്ട്, അച്ഛനതറിയാം. പക്ഷേ എന്റെ മകന് വേണ്ടി എനിക്കിനിയും നിന്നോട് അപേക്ഷിച്ചേ പറ്റൂ. വിട്ടുപോകരുത് അവനെ നീ ഒരിക്കലും. എന്താ ഇത്? കുറച്ചു നാൾ കഴിഞ്ഞിട്ടായാലും ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ഭാര്യയും ഭർത്താവുമായി നിങ്ങൾ ജീവിക്കുന്നത് എനിക്ക് കാണണം. മോളെ, ഞാൻ പറയുന്നു. സൂര്യ, എന്താണ് ഇതൊക്കെ? എന്തൊക്കെയാ നീ കാണിച്ചേ? അല്ല, ഡോക്ടർ എന്താ പറഞ്ഞേ? കുഴപ്പമൊന്നുമില്ലടാ. 3 മാസത്തേക്ക് വലത് കൈ അനക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഏട്ടാ, ഞാൻ ഏട്ടനോട് അങ്ങനെയൊക്കെ ചോദിച്ചതുകൊണ്ടാണല്ലേ? ഏയ്, എനിക്കറിയാം എന്റെ ചോദ്യങ്ങൾ ഒരുപാട് കൂടിപ്പോയെന്ന്. ഇവളെല്ലാം സഹിച്ച് നിൽക്കുന്നത് കണ്ടപ്പോ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാ. സാരില്ല, നീ ചോദിച്ചത് കാര്യമല്ലേ. സത്യത്തില് ഇയാളെ ഞാൻ ഇതുവരെ ദ്രോഹിക്കായിരുന്നില്ലേ? എന്തൊക്കെ എനിക്ക് വേണ്ടി സഹിച്ചു, എന്തൊക്കെ എനിക്ക് വേണ്ടി ചെയ്തു. എന്നിട്ടും ഞാനൊരു നന്ദിയില്ലാത്തവനായി പോയില്ലേ? ഒരുപാട് ഞാൻ എന്നെ തിരുത്താനുണ്ട്. ഇതുവരെ ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ ലൈഫ് ഡിസൈൻ ചെയ്യുന്നത് ഞാനാണെന്നാ, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ജീവിക്കുമെന്നാ. പക്ഷേ അതിനി മാറ്റണം. എൻ്റെ ലൈഫ് ഡിസൈൻ ചെയ്യുന്നത് എനിക്ക് ചുറ്റുമുള്ളവർ കൂടിയാ. എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിച്ചാൽ പോരാ, മറ്റുള്ളവരുടെ ഇഷ്ടം കൂടി നോക്കണം, അല്ലേ അച്ഛാ? കട്ടിലിൽ കിടന്ന് പാഠങ്ങളൊക്കെ പറയാൻ വളരെ എളുപ്പാ, പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ വളരെ ബുദ്ധിമുട്ടാ. അതൊന്നും അങ്കിള് പറയണ്ട. സൂര്യ ഒരു കാര്യം വേണം തീരുമാനിച്ചാ അവനെ മറികടക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. നന്ദിനി, നീ ഒന്ന് വന്നേ. നീ ഇനി ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കില്ല. എന്തെങ്കിലും പറ്റിപ്പോയാ കാലാകാലം കൈയും കാലം കുടിച്ചിങ്ങനെ കിടക്കേണ്ടി വരും. ചില അനുഭവങ്ങളൊക്കെ നല്ലതാ വിവേക്, അതോടുകൂടി നല്ല തിരിച്ചറിവുകളുണ്ടാവും. കേട്ടപ്പോ ഞാൻ ആകെ അങ്ങ് ടെൻഷനായി പോയി. എന്താ കുഴപ്പമെന്നറിയോ? നിന്നെ പോലെ ഇങ്ങനെ ജില്ലെന്ന് ചാടി നടക്കുന്ന ഒരാളെ ഇങ്ങനെ ആശുപത്രി കിടക്കിലൊന്നും കിടക്കുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പിന്നെ അസുഖം വന്നാൽ ഞാൻ എന്ത് ചെയ്യാനാ? അസുഖം വന്നതൊന്നുമല്ലല്ലോ, വരുത്തിയതല്ലേ. ഇനിയേ 3 മാസം എല്ലാ കാര്യങ്ങളും നിർത്തിക്കോ. എല്ലാ കാര്യങ്ങളും നിർത്താനാ? ആ, അവൻ പറഞ്ഞതേ കാര്യ. നിർത്തിക്കോ എല്ലാം.